മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ പത്രത്തിലൊരു വാർത്തയുണ്ടായി. സൈഫുള്ളയുടെ മൃതദേഹം വേണ്ടെന്ന പിതാവ്. ഉത്തർപ്രദേശില് ലക്നൌവിൽ നിന്നുള്ള വാർത്ത. UP ഭീകരവിരുദ്ധ സേന ATS കമാൻഡോകൾ വെടിവെച്ചു കൊന്ന IS ഭീകരൻ സൈഫുള്ളയുടെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് പിതാവ് സർതാജ് പറഞ്ഞു. രാജ്യദ്രോഹിയായ മകനെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ തന്നെ വരി, ഒരു രാജ്യദ്രോഹിക്ക് എൻ്റെ മകനാകാൻ കഴിയില്ല. നാം എല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. ഞാൻ ഇവിടെയാണ് ജനിച്ചത്. എൻ്റെ പൂർവികരും ഇവിടെ തന്നെയാണ് ജനിച്ചത്, അദ്ദേഹം പറഞ്ഞു. ഈ ഒരു ധന്യമായ വരി ഭാരതത്തിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പറഞ്ഞിരുന്നുവെങ്കിൽ, ഈ നാട്ടിൽ ജനിച്ച, ഈ നാട്ടിൽ വളർന്ന്, ഈ നാട്ടിൽ മരിക്കുന്നവരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് ഈ നാട്ടിന് കളങ്കമുണ്ടാക്കുന്ന ഒന്നും നമ്മളിൽ നിന്നുണ്ടാവരുത്. ഈ രാഷ്ട്രത്തെയും ഇവിടുത്തെ ജനതയെയും ഇവിടുത്തെ സംസ്കാരത്തെയും എന്നുകൂടി ഞാൻ പറയുന്നു. ആ സംസ്കാരത്തെയും നമുക്ക് ബഹുമാനമുണ്ടോ ബഹുമാനമില്ലയോ എന്നുള്ളതല്ല, അത് നമ്മുടേതല്ലെന്ന് പറയാൻ അവകാശമില്ല. അമ്മയെ മുമ്പിൽ നിർത്തി മക്കൾക്ക് അമ്മയോട് സ്നേഹം കുറവാണ്, ബഹുമാനം കുറവാണെന്ന് പറയാം. ഇതെന്റെ അമ്മയല്ലെന്ന് പറയാൻ സാധിക്കില്ല. ഏതായാലും ഒരു തീവ്രവാദിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അവർക്ക് വേണ്ടി വാദിക്കാനുമൊക്കെ കേരളത്തിലെ രണ്ടു പക്ഷത്തിലുള്ള MLA-മാരും MP-മാരും വാതുവെച്ച് മുമ്പോട്ട് പോയൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ലക്നൌവില് ഈ തീവ്രവാദ വിരുദ്ധ സേനയുടെ വെടിയേറ്റ് മരിച്ച ആ മകൻ തീവ്രവാദിയാണ് എന്നറിഞ്ഞപ്പോ അച്ഛൻ ജന്മം നൽകി വളർത്തി വലുതാക്കി മടിയിൽ വെച്ച് താരാട്ടുപാടി അമ്പിളിയമ്മാമനെ കാണിച്ചിട്ട് ചോറ് വായിൽ കൊടുത്ത അച്ഛനും അമ്മയും ഈ ഡെഡ് ബോഡി വേണ്ട സംസ്കരിക്കാൻ എന്ന് പറഞ്ഞു എങ്കിൽ രാഷ്ട്രസ്നേഹത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും ഏറ്റവും ഉജ്ജ്വലമായ പ്രതീകമാണത്. ഈ ഭാരതത്തിൽ ആരും സൗദി അറേബ്യയിൽ നിന്ന് വന്നവരില്ല. ഈ ഭാരതത്തിൽ ആരും ഇസ്രായേലിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്നവരില്ല. ഈ ഭാരതത്തിൽ ആരും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വന്നവരില്ല. ഇവിടെ ഉള്ളവർ തന്നെയാണ് നമ്മളെല്ലാം. ഈ നാടിൻ്റെ എല്ലാ നന്മകളുടെയും അവകാശികൾ നമ്മൾ തന്നെയാണ്. ഈ നാടിൻ്റെ എല്ലാ തിന്മകളുടെയും അവകാശികളും നമ്മൾ തന്നെയാണ്. അങ്ങനെ ഈ നാടിൻ്റെ നന്മകളെ ഉൾക്കൊള്ളാനും തിന്മകളെ നന്മകളാക്കി മാറ്റാനും സാധിക്കുന്ന വിധത്തിലുള്ള ധന്യമായൊരു ജീവിതം 127 കോടി ജനതയും പകർത്തുകയോ പറയുകയോ വീക്ഷണത്തിൽ വെച്ച് പുലർത്തുകയോ ചെയ്താൽ ഈ രാഷ്ട്രം എത്ര ധന്യമായിരിക്കും. ആ അച്ഛൻ്റെ വാക്കുകൾ നമുക്ക് സ്മരിക്കാം. പ്രണാമം, നമസ്കാരം.